പി കെ കുഞ്ഞാലിക്കുട്ടി മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി പ്രതികരിക്കുന്നുണ്ട്. അദ്ദേഹം ഈ വിഷയങ്ങളിലടക്കം സംസാരിക്കുമെന്ന് വേണം നമുക്ക് കരുതാൻ. അതുകൊണ്ടാണ് ഇതിന് ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം കൊടുക്കാൻ സർക്കാരിൻ്റെ നയം ആ രീതിയിൽ വ്യക്തമാക്കിയത്. മുഖ്യമന്ത്രിയും ബന്ധപ്പെട്ട എല്ലാവരും, ഇതിനൊന്നും ഒരു മന്ത്രിയല്ല, എല്ലാ മന്ത്രിമാരുമാണ്. ടെക്നോളജി ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റാണ് എന്നുണ്ടെങ്കിൽ ഉപയോഗം മറ്റു പല ഡിപ്പാർട്ട്മെൻറ്റുകളും ആണ്. അപ്പോൾ എല്ലാവരും കൂടി ചേർന്ന് നടത്തുന്ന ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള ജോയിൻ്റ് ആയിട്ടുള്ള എഫർട്ടാണ് ടെക്നോളജി ഇമ്പ്രൂവ്മെൻറ്റ്, ഫ്യൂച്ചർ ടെക്നോളജി ഇമ്പ്രൂവ്മെൻറ്റ്, ന്യൂ ഇന്നോവേഷൻസ്. അപ്പോൾ ആ രംഗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും മുന്നിൽ നിൽക്കാനുള്ള ശ്രമമാണ് ആദ്യമായി AI നയമൊക്കെ പ്രഖ്യാപിച്ച് ഇപ്പോൾ കേരളം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതെ, ഇന്ത്യയിലെ ആദ്യത്തെ AI ഇനീഷ്യേറ്റീവ് വന്നത് ഇവിടെ നിന്നാണ്, കേരളത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് ആദ്യത്തെ മിനിസ്റ്ററൊക്കെ പറയുന്നത്. വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരു വിവാദം ഇപ്പോൾ വന്നിട്ടുണ്ടല്ലോ. അതിൽ എന്താണ് ഇതിന് അടുത്ത നടപടി സ്വീകരിക്കാൻ പോകുന്നത്? പ്രത്യേകിച്ച് സർക്കാരുമായിട്ട് ആലോചിക്കാതെ ഇത്തരത്തിൽ അദാനി പോർട്ട് നിലപാടെടുക്കുമ്പോൾ അതിലേക്ക് എന്ത് നടപടിയാണ് നമ്മളിൽ ഉദ്ദേശിക്കുന്നത്? നമുക്ക് വിവാദങ്ങളിൽ മാത്രമേ താല്പര്യമുള്ളൂ. അതുകൊണ്ട് വിവാദങ്ങളിൽ ഒരു ന്യൂ ഇന്നോവേഷൻ നമുക്ക് ഇവിടെ ഒരുപാട് പ്രോട്ടോടൈപ്പ് ഉണ്ട്. കോൺട്രോവേഴ്സിയിൽ എങ്ങനെ ഹൗ ടു ഡെവലപ്പ് കോൺട്രോവേഴ്സി വെൽ. പക്ഷേ കോൺട്രോവേഴ്സി കൊണ്ട് ഒരുപാട് ഡിസ്കസ് ചെയ്ത് കാര്യങ്ങൾ അവസാനം ലാൻഡ് ചെയ്യുന്നത് പിന്നെ നല്ലതിനാവാൻ നമ്മൾ ശ്രമിക്കുക. അപ്പോൾ എപ്പോഴും എല്ലാ വാർത്താ മാധ്യമങ്ങൾക്കും അതിൻ്റെ എൻഡ് റിസൾട്ട് നോക്കാതെ കോൺട്രോവേഴ്സി മാത്രമാണ് ഇഷ്ടം. അപ്പോൾ ഇപ്പം ചോദിച്ച സംഗതിക്ക് ഇന്നലെ നിയമസഭയിൽ മുഖ്യമന്ത്രി ക്ലിയർ ആയിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഇൻഫർമേഷൻ ഞങ്ങൾക്കിപ്പോൾ വന്നേ ഉള്ളൂ. ഞങ്ങളോട് ഔദ്യോഗികമായി ഒന്നും ബന്ധപ്പെട്ടിട്ടില്ല എന്നുള്ളത് മുഖ്യമന്ത്രി ക്ലിയർ. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ബന്ധപ്പെട്ടതിന് ശേഷമുള്ള കാര്യങ്ങൾ ഗുണമാണോ ദോഷമാണോ, അതല്ല അത് രാജ്യരക്ഷയ്ക്ക് വേറെ വല്ല പ്രശ്നങ്ങളുണ്ടോ, അതല്ല ഇത് ഈ കരാറിൽ ഉണ്ട് എന്നവർ പറയുന്നുണ്ട്, അതുണ്ടോ ഇല്ലേ, എല്ലാ കാര്യങ്ങളും പരിശോധിച്ചിട്ട് മറുപടി പറയാം എന്ന് ഫ്ലോറിൽ ക്ലിയറായിട്ട് ഈ വിഷയം വന്നപ്പോൾ തന്നെ പുതിയ മുഖ്യമന്ത്രി പറഞ്ഞതാണ്. പഴയ മുഖ്യമന്ത്രിക്കും അവിടെ ഇരിക്കുന്നവർക്ക് ഇതിൻ്റെ കാര്യങ്ങൾ ഞങ്ങളെക്കാൾ കൂടുതൽ അറിയാലോ. കാരണം ഇപ്പോൾ 10 വർഷം അധികാരത്തിൽ അവരായിരുന്നില്ലേ. ഈ പോർട്ട് അദാനി പോർട്ട് തിരുവനന്തപുരം നമ്മൾ വിഴിഞ്ഞം പോർട്ട് കൊണ്ടുവന്നത് ഞങ്ങളാണ്. പക്ഷേ പിന്നുള്ള കാലം ഇത് വേറൊരു ഗവൺമെൻറ് ആയിരുന്നല്ലോ ഇവിടെ. അപ്പോൾ എന്തൊക്കെയാണ് കരാറിലുണ്ടാവുക ഇല്ല എന്നുള്ളതൊക്കെ അവർക്കല്ലേ കൂടുതൽ അറിയാം. ഞങ്ങളൊക്കെ ഒന്ന് എടുത്ത് നോക്കട്ടെ, കടലാസൊക്കെ ഒന്ന് എടുത്ത് നോക്കുമ്പോഴല്ലേ ഇപ്പോൾ പലതും ഞങ്ങൾക്കൊരു മാസമേ കിട്ടിയുള്ളൂ, ഒരു 1.5 മാസമല്ലേ കിട്ടിയുള്ളൂ. അത് കഴിഞ്ഞിട്ട് പറയാം. ആദ്യം തന്നെ നിങ്ങൾ എല്ലാത്തിലും കോൺട്രോവേഴ്സിക്ക് പ്രാമുഖ്യം കൊടുക്കണ്ട. നമ്മൾ അല്പം നിർമ്മാണാത്മകമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്നോവേഷൻ പറഞ്ഞത്. യെസ്, വളരെ തന്ത്രപരമായി ഈ വിഷയത്തിൽ ഒഴിഞ്ഞു മാറിയിരിക്കുന്നു എന്നുള്ളതാണ് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ മറുപടിയിൽ നിന്ന്. അതായത് വിവാദങ്ങൾക്കാണ് താല്പര്യം എന്ന് മാധ്യമങ്ങളെ കുറ്റം പറയുമ്പോൾ ഇത്തരത്തിൽ പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഭരണപക്ഷത്തിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നതും പി കെ കുഞ്ഞാലിക്കുട്ടിയെ പോലെയുള്ളവർ തന്നെയാണ് എന്നാണ് അദ്ദേഹം ചേർത്ത് വെച്ചൊന്നുണ്ട്. 2015 അതായത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് ഈ വിഴിഞ്ഞം കൊണ്ടുവന്നത്. അതിനുശേഷം 10 വർഷം ഇടത് സർക്കാർ ആയിരുന്നു എന്ന് പറയുമ്പോൾ ഇടത് സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ കൃത്യമായി വിമർശിക്കാൻ ഒരു മടിയും കാണിച്ചിരുന്നില്ല. അന്നും വിവാദങ്ങൾ ഏറെ ഉണ്ടായിരുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇപ്പോഴിതാ തന്ത്രപരമായ ആ വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. ശേഷാദ്രിനാഥന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് പി കെ കുഞ്ഞാലിക്കുട്ടിയോട് ചോദ്യം ചോദിക്കുമ്പോഴേക്കും അദ്ദേഹം ഒഴിഞ്ഞു മാറി എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.